ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കമല ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ അതേ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടൊക്കെ പോയതിന് ശേഷം മാസാമാസം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചികിത്സയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണുകയാണ് വേണ്ടതെന്ന കാര്യം ഇങ്ങനെ കമല ഇങ്ങനെ നമ്മുടെ മാഷിനോട് പറയുമ്പോൾ, നീ ഇവിടെ വെച്ച് ഇങ്ങനെ പറയും, പക്ഷെ അവിടെ ചെന്ന് അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അതിൻ്റെ സങ്കടവും പറഞ്ഞ് കിടക്കില്ലേ എന്ന് ചോദിച്ചു. ചിലപ്പോഴൊക്കെ കരയുന്നതും ഒരു ചികിത്സയാണ് മാഷെ എന്ന് സുധാകരൻ മാഷിനോട് പറയാം. മാഷ് ശങ്കരനാരായണൻ സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് വിക്രമനെ ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ 2 ദിവസം മുൻപ് ഞാൻ പോയി കണ്ടതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അന്നേരം അച്ഛൻ. അവിടെയും ചില ചിട്ടക്രമങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചപ്പം സ്വന്തം അമ്മയ്ക്ക് മകനെ ഒന്ന് കാണണമെന്നല്ലേ ഉള്ളൂ മാഷേന്ന് ചോദിച്ചു. അത് അത്ര വലിയ നിയമലംഘനമൊന്നും അല്ലല്ലോ എന്നും കമല ഇങ്ങനെ മാഷിനോട് പറയുന്നു. പ്ലീസ് മാഷേ എന്നും പറഞ്ഞിങ്ങനെ ഒന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ യാചിക്കുന്നു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് മാഷ് ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. കമല ഇങ്ങനെ അവിടെ കിടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനെ. അപ്പോൾ ഹലോ മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ എന്തു പറ്റി, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം അല്ല പ്രശ്നമൊന്നുമില്ല, അത് കമലയ്ക്ക് ഒരു റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി വന്നതാണെന്ന കാര്യം മാഷ് പറയുന്നു. അപ്പോൾ അവൾക്ക് വിക്രമനെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോഴോ? അതെ, അത് പിന്നെ 2 ദിവസം മുൻപ് ഞാൻ ചെന്നൊന്ന് കണ്ടതേ ഉള്ളൂ എന്നും ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും സന്ദർശനം അനുവദിക്കുമെന്നാണ് ഒരു സംശയം എന്ന് പറഞ്ഞപ്പം ബുദ്ധിമുട്ടാണ്, എന്നാലും മാഷ് ചെന്നോളാൻ പറഞ്ഞു ശങ്കര സാറ്. അപ്പോൾ ഞാൻ ജയിലർ ആൻഡ്രോസിനെ വിളിച്ച് കാര്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞു. വിക്രമനോട് എൻ്റെ അന്വേഷണം പറയാനും പറഞ്ഞു. അപ്പോൾ ശരി, അടുത്ത ഹിയറിങ്ങിന് മുന്നേ ഞാൻ വിക്രമനെ ചെന്നൊന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി ഞാൻ പറയാം, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ശങ്കരേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വന്തം മകൻ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ ആലോചിക്കുവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഈ ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളിങ്ങനെ മനസ്സിലാലോചിച്ച് ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് അവൾ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനു മുൻപ് ഞാൻ അവളെ കണ്ടെത്തിയാൽ പോരെ എന്ന് ശങ്കരനോട് ചോദിച്ചു. വരുന്നുണ്ട് ഞാൻ പണിക്കത്ത് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി. അന്ന് നിങ്ങളുടെ മകളും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ശ്രീകാന്ത് പറയുക. ഒന്നുകിൽ ജീവനോടെ, ഫ്രീസറിൽ അടക്കിയിട്ടാണെങ്കിൽ അത് അങ്ങനെ എന്നും പറഞ്ഞ് മകൻ അച്ഛനോട് പറഞ്ഞത് വെല്ലുവിളി ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സുധാകരൻ മാഷ് കമലമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ചെന്നോളാനാ പറഞ്ഞത്, നിനക്ക് കാണാമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് അവനെ ചെന്നൊന്ന് കാണാൻ കഴിയുന്നത് തന്നെ വലിയ ആശ്വാസമല്ലേ. പക്ഷേ ശങ്കരനാരായണൻ സാറിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. വേദ എവിടെയാണെന്ന് പോലും ഇത്രയും കാലമായിട്ട് അറിയാതെ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞപ്പം ആലോചിക്കാതെ അല്ല മാഷെ, ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ അമ്മ പറയുന്നു. പണ്ടത്തേതിൽ മാറി എല്ലാവരും ഒരുമിച്ച് കൂടെ ഉള്ളപ്പോൾ വേദ എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല മാഷേ എന്നും പറയുക കേട്ടോ. അപ്പോൾ കാലം അതിനുത്തരം തരുമായിരിക്കും എന്ന് സുധാകരൻ മാഷ് ഇങ്ങനെ പറയണു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രമൻ്റെ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ജയിലർ സാറിനോട് അവിടുത്തെ ഒരു പോലീസുകാരൻ വന്ന് പറയാം. അപ്പോൾ അതിന് സാറ് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്ന സമയമല്ലല്ലോ ഇത് എന്ന് വന്നവർ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും തന്നെ കൃത്യമായിട്ടാണല്ലോ അല്ലേ നിയമം നോക്കുന്നത്. എടോ നിയമം നടപ്പിലാക്കണം, പക്ഷെ അതിന് മാനുഷികത എന്നുള്ളൊരു പരിഗണന കൂടി വേണമെന്നാ സാറ് വിളിച്ച് കാണിക്കടോ. ശരി സാർ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോയി. ജയിലർ സാർ അവിടെ ഇരിക്കുന്നു. ഈ സമയം അച്ഛനും അമ്മയും വിക്രത്തെ കാണാനായിട്ട് ചെന്നു. വിക്രം ഇവരെ കാണാനായിട്ട് ഇറങ്ങി വന്നു. അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. മോനെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ പൊട്ടിക്കരയുവാണ്. ആ ഒരു അഴികളിലുള്ളിലൂടെ അമ്മയും മോനും കൂടി ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് അമ്മ ആ കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ നിന്ന് കരഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവും എന്ന് പറഞ്ഞു. മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കമൽ ഒരൊറ്റ കരച്ചിൽ. അതെ, നീ ഒന്ന് കേൾക്ക് എന്ന് സുധാകരൻ മാഷ്. അപ്പോൾ നിന്നോട് സുഖമാണെന്ന് പോലും ചോദിക്കാൻ പറ്റാണ്ടായല്ലോടാന്ന് പറഞ്ഞ് കമല ഭയങ്കര കരച്ചിൽ. അപ്പോൾ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അമ്മേ, അങ്ങനെ കരുതിയാൽ പോരെ എന്ന് വിക്രം നേരം ചോദിക്കുക. അമ്മ ആരോഗ്യം നോക്കണമെന്നും അതുപോലെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു എന്ന കാര്യം പറയാം. അങ്ങനെയല്ല ഒന്നും അവസാനിച്ചിട്ടില്ല അമ്മേ, അതോർത്തമ്മ സങ്കടപ്പെടരുത്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ദിവസം വരുമെന്ന് വിക്രം പറയാം. അത് 100% ഉറപ്പുള്ള കാര്യമാണെന്ന്. കണ്ടില്ലേ, അവന് പോലും അത് ഉറപ്പുണ്ടല്ലോ കമല.
പിന്നെ നീ ഇങ്ങനെ തളർന്നാലോ കമല, നീ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്നിങ്ങനെ അച്ഛൻ ഇങ്ങനെ കമലമ്മയോട് ചോദിക്കുന്നു. അന്നേരം കണ്ണൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുക. എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്നും എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് വിക്രം പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനായിട്ട് ആരെയും കൊന്നിട്ടില്ല എന്നും വിക്രം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. സത്യത്തിൽ എല്ലാവരും കൂടി ഞങ്ങളെ കൊല്ലാനാണ് നോക്കിയതെന്നും വിക്രം അമ്മയോട് പറയുന്നു. പക്ഷേ കോടതിയിൽ അത് തിരിച്ചായി പോയെന്ന് മാത്രം. അങ്ങനെ വിക്രം ഇങ്ങനെ പറയണു. അമ്മ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വിക്രം ഇങ്ങനെ അമ്മയോട് പറയുക. അമ്മ ഇങ്ങനെ കരയാതെ എന്തിനിങ്ങനെ കരയണേന്ന് ചോദിച്ചു വിക്രം. അമ്മ ഇങ്ങനെയായ എന്ത് ധൈര്യത്തിലാണ് ഞാനിവിടെ കഴിയുക എന്ന് വിക്രം ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ചില കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറയാണ്. അത് മോൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം മതി, നിർത്തുന്നുണ്ടോ കമല എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷ് ദേഷ്യപ്പെട്ടു. ഇപ്പം തന്നെ അവൻ ആവശ്യത്തിൽ കൂടുതൽ വിഷമിക്കുന്നുണ്ട്. ഇനി നമ്മൾ കൂടി അവനെ കൂടുതൽ വിഷമിപ്പിക്കണമെന്നും കമലമ്മയോട് ചോദിക്കുക സുധാകരൻ മാഷ്. ഇത് കേട്ടപ്പോൾ വിക്രത്തിന് കാര്യം ഏകദേശമൊക്കെ പിടികിട്ടും. അങ്ങനെ അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. എന്തായാലും ഒരുപാട് കാലമൊന്നും എനിക്കിനി ഇതിനകത്ത് കിടക്കേണ്ടി വരില്ല മോനെ, അങ്ങനെ നീ വിശ്വസിക്കാൻ അച്ഛൻ മോനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇപ്പം ഞാനും അങ്ങനെ തന്നെ അച്ഛാ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്കും ഇഷ്ടം. ഒരുപാട് കാലമൊന്നും ഞാൻ ഇതിനകത്ത് കഴിയില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പുറത്ത് വരുമെന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ വേദയെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ കൈവിട്ട് പോകുന്നത് വിക്രമെന്ന് അമ്മ അന്നേരം വിക്രത്തോട് പറഞ്ഞു. അതുപോലെ അവൾ എന്തിനാ ഇങ്ങനെ കാണാൻ മറയത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പം അമ്മ നോക്കിക്കോ, ഞാൻ പുറത്തിറങ്ങുന്ന ആ ഒരു ദിവസം അവൾ തിരിച്ചു വരും, അതിനൊരു മാറ്റവും ഇല്ല. എൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് അവൾ പൊളിച്ചിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു. ശ്രീകാന്ത് എല്ലാ കാലത്തും ലക്ഷ്യം വെച്ചത് അവളെ ആയിരുന്നു എന്നും അയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൾ ഒളിച്ചു പോയതെന്ന കാര്യവും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം അവൾ മടങ്ങിയെത്തുമെന്ന് വിക്രം പറയും. എനിക്കത് 100% ഉറപ്പാണെന്ന്. അപ്പോൾ എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ആദ്യ മോനെന്നും പറഞ്ഞിങ്ങനെ ആ ഒരു ഇത് പറയാട്ടോ. എന്തൊക്കെയോ ദുഷ്ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നും പറഞ്ഞ് ആരൊക്കെയോ എന്തൊക്കെയോ അവൾക്കെതിരെ ഓരു കൂട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് ഉള്ളിലെന്നും പറഞ്ഞിങ്ങനെ പറയണം. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും മകനും കൂടെ സംസാരിക്കുക. അപ്പം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് അമ്മയ്ക്ക് അസുഖം കൂടത്തേ ഉള്ളൂ, പൊയ്ക്കോളാൻ പറഞ്ഞു. അന്നേരം ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെന്ന് കമല അന്നേരം പറഞ്ഞു കേട്ടോ. നീ അതിനെപ്പറ്റി ഓർത്തൊന്നും വിഷമിക്കണ്ടെന്നും അമ്മ മോനോട് പറയാം. അങ്ങനെയൊന്നും വരില്ല എന്നും. ഒരു പക്ഷേ നീ പറയുന്നതായിരിക്കാം 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ. നീ പുറത്തിറങ്ങുന്ന ആ ഒരു ദിവസം അവളും മറയത്ത് നിന്ന് വരുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിക്രത്തോട് പറയാം. അപ്പം ഞാൻ ശങ്കരനാരായണ സാറിനോട് ഇതേപ്പറ്റി സംസാരിച്ചായിരുന്നു എന്ന കാര്യം അന്നേരം അച്ഛൻ പറഞ്ഞു. എന്തിനാണ് അവളും ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയും ഇല്ല എന്ന കാര്യങ്ങളും മാഷും പറയാം. പക്ഷേ ഒരു കാര്യം എന്നോട് സാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഇതുവരെയും അവളെ തേടി നടക്കുന്ന ആർക്കും അവളെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപാരമായ മനസ്സുറപ്പുള്ള പെണ്ണാണ് അച്ഛാ വേദ. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ അവളെ പരാജയപ്പെടുത്താനൊന്നും ആർക്കും സാധിക്കില്ല എന്ന കാര്യം വിക്രം പറയുന്നു. ഒരുപക്ഷെ എല്ലാം കലങ്ങി തെളിയാൻ എന്താ വേണ്ടതെന്ന് അവളും ആലോചിക്കുന്നുണ്ടാവും. അത് നടക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു വഴിയുമായി അവൾ എത്തുക തന്നെ ചെയ്യും. അച്ഛൻ നോക്കിക്കോളാൻ ഇങ്ങനെ വിക്രം പറയാം. അമ്മേ, അടുത്ത തവണ എന്നെ കാണാൻ വരുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ വേണം അമ്മ എൻ്റെ അരികിലേക്ക് വരാൻ. ഇങ്ങനെ കരഞ്ഞു നിൽക്കരുത്. നിങ്ങളും മടങ്ങിപ്പോയാൽ ഓർത്തിരിക്കാൻ എനിക്ക് ആ ഒരു മുഖം മാത്രം മതിയെന്ന് വിക്രം അമ്മയോട് പറയാം. അമ്മ മരുന്ന് മുടക്കരുത്, അതുപോലെ നന്നായി നോക്കണം. അച്ഛൻ പറയുന്നത് പോലെ സമയത്തിന് ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കണം. ഇതൊക്കെ വിക്രം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അധികം വൈകാതെ നമ്മൾ ഒരുമിക്കും, ഉറപ്പാ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണം. അങ്ങനെ നമ്മുടെ വിക്രം അകത്തേക്ക് പോയി മാഷിനെ കെട്ടിപ്പിടിച്ചു ഭയങ്കര കരച്ചിലായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ കമല ഇത് കഴിഞ്ഞ് പിന്നെ വേദയുള്ള ഹോസ്പിറ്റലിൽ ഒരാളിങ്ങനെ അതിൽ പരക്കം പാഞ്ഞ് നടക്കും. അപ്പോഴത്തേക്കും വെള്ളം എന്ന് പറഞ്ഞൊരു ശബ്ദം. അപ്പോൾ വേദ അവിടെ കിടക്കുവാണ്. ആ സമയത്ത് വെള്ളം എന്നുള്ള ശബ്ദം കേട്ടു. വേദ പിന്നെ പതുക്കെ എഴുന്നേറ്റ് ചെല്ലുന്നു. അപ്പോൾ രാധിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുത്തേക്ക് വേദ ചെല്ലുവാട്ടോ. അങ്ങനെ ചെന്ന സമയത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ വേണ്ടേ പറഞ്ഞോളാൻ പറഞ്ഞു വേദ. ഇത്തിരി വെള്ളം വേണമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വേദ ഇങ്ങനെ വെള്ളം എടുത്ത്
കൊടുക്കുന്നു. അതിനുശേഷം അവിടെ കിടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വേദ വന്ന് അതിനെ പുതപ്പിച്ചൊക്കെ കിടത്തുക. അപ്പോൾ അമ്മ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അമ്മ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കുറേ അവന്മാരിങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. എന്നിട്ട് ഈ അമ്മയെ കാണിച്ചു വേദയുടെ ഫോട്ടോ. ഇങ്ങനെ ഒരു പെണ്ണിനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ച്. ആ സമയത്ത് അമ്മ ഞെട്ടിയിട്ട് പറ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം നിങ്ങളാരാ എന്ന് അമ്മ ചോദിക്കട്ടോ. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയാൻ പറഞ്ഞു. ഈ സമയത്ത് ഒരു ആശുപത്രിയിൽ കയറി വന്ന് ആരെങ്കിലും പറ്റി ചോദിക്കണമെങ്കിൽ നിങ്ങളാരാണെന്ന് അറിയണ്ടേ ആദ്യം വന്ന് അമ്മ അന്നേരം ചോദിച്ചു. അപ്പോൾ അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വേദ ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പുറത്തെ ഒരു ശബ്ദം കേൾക്കുവാണ് വേദയെ. പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോഴത്തേക്കും വേദയ്ക്ക് പേടിയായി. അങ്ങനെ ഗുണ്ടകൾ വേദയുടെ തൊട്ടരികിൽ എത്തിയെന്ന് വേദയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഈ ശബ്ദം കേട്ട് വേദ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. എന്താ കാര്യം? ഞങ്ങൾ ഒരു വിസിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ ആ അമ്മയോട് ദേഷ്യപ്പെടും. അതിനിത് വിസിറ്റിംഗ് ടൈം അല്ലല്ലോ എന്നും അമ്മ പറയുന്നു. അപ്പം എന്താ പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ചു. ഇവർ ഈ സമയത്ത് ഇവിടെ കയറി വന്ന് ഏതോ ഒരു രോഗികളെ പറ്റിയൊക്കെ ചോദിക്കുകയാണെന്ന കാര്യമൊക്കെ പറയാം. തട്ടിക്കൊണ്ട് പോകാനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ അയ്യോ അല്ല എന്നും പറഞ്ഞിങ്ങനെ പറയാട്ടോ. നിങ്ങൾ തരുൺ ദവാഹർ എന്ന് ചില പേരിട്ട് വിളിക്കുന്ന ഒരു ACP നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാരിങ്ങനെ നിൽക്കുക. ആ DCPയുടെ അമ്മയാണ് ഞാനെന്ന കാര്യം അദ്ദേഹം പറയാട്ടോ. ആ മരൊന്നയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും വേദത്തെ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി നീ ശബ്ദം കേട്ട് ഇറങ്ങി വരും. അപ്പോഴേക്കും ഇവിടുത്തെ ആ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ കണ്ട് വേദ പിറകോട്ട് മാറി. ഞങ്ങളൊന്നും അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് വന്നതാണെന്നും വേറെ ഉദ്ദേശമൊന്നുമില്ല എന്നും പറയുമ്പോഴത്തേക്കും ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഓടി മുകളിലേക്ക് പോകാം. അപ്പം അതെ നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കാമെന്നും പറഞ്ഞു നേഴ്സ് അവന്മാരെ വിടാതെ പിടിച്ചോണ്ട് വയ്ക്കാം. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും ഓടിക്കൂടി. അവന്മാർ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുക കേട്ടോ. ഈ സമയത്ത് ആ നേഴ്സ് അവന്മാരെ വിടുന്നില്ല. അങ്ങനത്തെ നമ്മുടെ വേദയും കൊണ്ട് ആ അമ്മ വേഗം പോവുകയാണ്. ആ സമയത്ത് അവരൊക്കെ ഓടിപ്പോയല്ലോ, അല്ല ആരാ അവര് എന്നാ നേഴ്സ് വന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം അമ്മ മോളെ ആരാ ഇവരൊക്കെ എന്താ പറയാൻ പറഞ്ഞു. ആ സമയം വേദയ്ക്ക് സങ്കടം വന്നു. ഇവരെന്തിനാ നിന്നെ അന്വേഷിക്കുന്നേ? ആ സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് വേദ ഒരു ഒറ്റ കരച്ചിലായിരുന്നു. അങ്ങനെ വേദ കരഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സങ്കടം വന്നു കേട്ടോ. അമ്മ എന്നിട്ട് വേദ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം റൂമിൽ ചെന്നിട്ട് ആ അമ്മയോട് കഥകളെല്ലാം വേദ പറയുന്നു. ആ നേഴ്സും കൂടെ നിൽപ്പുണ്ട്. അപ്പം സത്യമാണോ ഞാൻ ഈ കേൾക്കണ മോളേന്ന് ചോദിക്കുമ്പോൾ ജീവനും കയ്യിൽ പിടിച്ച് ഈ നാട്ടിലേക്ക് ഓടി വന്ന ഞാൻ കളവ് പറയുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും സ്വന്തം സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പോൾ മോളെ തരുൺ രാവിലെ വരട്ടെ, ഞാൻ അവനോട് സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെ പിടിക്കാൻ നോക്കിയ സെക്യൂരിറ്റിയെ പറ്റിച്ചോടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ദബാങ്കിനെ പറ്റിക്കാനൊന്നും അവർക്ക് അറിയില്ല, അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേഴ്സും പറയാം കേട്ടോ. ആ സമയത്ത് അമ്മ ഇങ്ങനെ നേഴ്സിനെ നോക്കിയ നേഴ്സ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അങ്ങനെ കേട്ടേ ആ പേരെ നാവിൽ വരത്തുള്ളൂ അത്താ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ വേണ്ട, ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഇനി പുറത്ത് ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വേദ അന്നേരം പറഞ്ഞു. അന്നേരം മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡീൽ ചെയ്ത് നല്ല പരിചയമാണെന്ന കാര്യം അമ്മ വേദയോട് പറഞ്ഞു. അന്നേരം വേണ്ട അമ്മേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പോലീസും നിയമവും മതിയായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നോ എന്ന് വേദ ചോദിച്ചു. എൻ്റെ കുടുംബവും അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബവും എന്തിനും എന്നോടൊപ്പം നിൽക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് ശ്രേയും ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന കാര്യവും പറഞ്ഞ് ശ്രീകാന്ത് എന്ന വിഷജീവിക്കെതിരെ കേസ് കൊടുത്ത് ജയിലിൽ അടയ്ക്കാമായിരുന്നില്ലേ എന്നും ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും വേദ പറയാം. ഞാനും വിക്രവും ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചത് എന്താണെന്ന് വേദ ചോദിക്കാട്ടോ. ഒരേ ഒരു സാക്ഷിയായിരുന്ന അനിയൻകുട്ടനെ അവരില്ലാതാക്കിയില്ലേ എന്ന് വേദ ചോദിച്ചു. ആ ഒരു കുറ്റവും ചന്ദ്രശേഖരങ്ങൾ കൊല്ലപ്പെട്ട ആ ഒരു കുറ്റവും അത് വിക്രമൻ്റെ തലയിലായി എന്ന കാര്യം വേദ പറയാട്ടോ. പകയ്ക്കും പ്രതികാരത്തിനും ഒരു അവതാരം ഉണ്ടെങ്കിൽ അതെൻ്റെ ചേട്ടൻ ശ്രീകാന്ത് ആണെന്ന കാര്യവും പറഞ്ഞ് ഇങ്ങനെ ആ ഒരു സങ്കടങ്ങളെല്ലാം പറയുന്നു. കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊല്ലുക തന്നെ ചെയ്യുമെന്ന കാര്യവും പറയണം. അതിനയാൾക്ക് നിരവധി മാർഗങ്ങളാണുള്ളതെന്ന കാര്യവും പറഞ്ഞ് വേദ ഇതല്ലേ ഇവരോട് വിശദീകരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാകൂ. ആ കുഞ്ഞി ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിവരം കുറച്ച് കാലത്തേക്കെങ്കിലും ആരും അറിയാനും പാടില്ല, അത്രയും മാത്രം മതി എനിക്ക് എന്ന് വേദ പറയുകയും ചെയ്തു. ബാക്കി എന്തു വേണമെന്ന്
ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്നും വേദ ഇവരോടായിട്ട് പറയാം. ഈ കുഞ്ഞിൻ്റെ ജീവൻ ഉറപ്പാക്കിയിട്ട് വേണം എനിക്ക് തുടങ്ങാനെന്നും വേദ പറയുകയും ചെയ്തു. ഇതുവരെ അനുഭവിച്ചതിനെല്ലാം എനിക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം. ഇനിയിപ്പോൾ എന്ത് കേട്ടാലും മോൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട കേട്ടോ എന്നാ അമ്മ പറഞ്ഞു. എന്തായാലും മോള് ദില്ലിയിൽ എത്തിയിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദേ ഗർഭിണിയാണെന്നുള്ളതും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരച്ചിലും കാര്യങ്ങളും നടത്തുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പെണ്ണുങ്ങളെ വിട്ടിട്ടായിരിക്കും തെരച്ചിലും കാര്യങ്ങളും ഒക്കെ. അതിനു മുൻപ് എന്തായാലും ഈ ആശുപത്രിയിൽ രേഖയിൽ നിന്ന് ഈ റിയൽ നെയിം മോള് മാറ്റിയേ പറ്റുമെന്ന് ആ അമ്മ ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇവർ ആ ഒരു പ്ലാനിങ് അവിടെ നടത്തുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.